ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാമിലി സ്റ്റാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു മോട്ടിവേഷണൽ സ്പീച്ചോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വിചാരിക്കാൻ എന്നൊന്നും പ്രശ്നമില്ല. അപ്പം നമ്മുടെ ലൈഫിൽ വരുന്ന കുറച്ച് സിറ്റുവേഷൻസ് കാര്യമൊക്കെ നമ്മൾ എങ്ങനെ മൈൻഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യും, ഒന്ന് റിലാക്സ്ഡ് ആവും, അതിനൊക്കെയുള്ളൊരു ചെറിയ വഴികളും ചെറിയൊരു ടിപ്സൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മളെ കൊണ്ട് തന്നെ സാധിക്കും എന്നറിയിക്കാൻ വേണ്ടി കുറച്ച് ഒരു വഴികളുമായിട്ടാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മടുപ്പും കാര്യങ്ങളും തോന്നുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ആ ഒരു സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള കുറച്ച് വഴികൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ എന്നാ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ നല്ല നല്ല കമൻസ് ഒക്കെ ഇടണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് ഇടാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. പിന്നെ അടുത്തൊന്ന്, ജീവിതത്തിൽ എന്തെങ്കിലും വിഷമോ മടുപ്പോ ഒക്കെ കാര്യം വരുമ്പോൾ എല്ലാ മനുഷ്യരുടെ ഒരു ടോട്ടലായിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ്, ഉടനെ പണ്ടത്തെ കുറേ കരഞ്ഞ കാര്യങ്ങൾ എല്ലാം ഇങ്ങനെ ചിന്തിച്ചു കൂട്ടും. പിന്നെ നമ്മൾ മുന്നോട്ട് എങ്ങനെ ജീവിക്കും, ആ ചിന്തകളെല്ലാം നമ്മൾ മാറ്റി നമ്മൾ ഇന്നത്തെ ഈ നിമിഷത്തെക്കുറിച്ച് ചിന്തിക്കുക. ഈ നിമിഷം നമുക്ക് എങ്ങനെ ജീവിക്കുക എന്നൊന്ന് ചിന്തിച്ചു നോക്കി. ഈ നിമിഷം, ഈ ദിവസം നമ്മൾ എങ്ങനെയൊക്കെ ജീവിക്കുക, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെ ആനന്ദകരമായി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം. നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ വിഷമിച്ച് ചിന്തിക്കുകയോ ചെയ്യരുത്. അതുപോലെ തന്നെ മുന്നോട്ട് ഇനി എങ്ങനെ ജീവിക്കും, ആ ജീവിതവും ചിന്തിക്കാൻ പോയി എന്തുകൊണ്ട് ചിന്തിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്. മുന്നോട്ട് ഇനി ആ കാര്യം എന്ത് സംഭവിക്കും, ഇങ്ങനെയുള്ള നമുക്ക് നെഗറ്റീവ് തോട്ട്സ് വരുന്ന കാര്യങ്ങളൊന്നും ചിന്തിക്കാതിരിക്കും. നമ്മൾ ഇന്നത്തെ ജീവിതം എങ്ങനെ സുന്ദരമാക്കാം എന്ന് ചിന്തിച്ച് നോക്കിക്കേ. അല്ലാതെ മുന്നോട്ടുള്ള കാര്യങ്ങളും പിന്നോട്ടുള്ള കാര്യങ്ങളും ഒക്കെ ചിന്തിക്കാതെ ഇന്നത്തെ നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെ നമ്മൾ തൃപ്തരായി ജീവിക്കാൻ നോക്കുക. നമ്മുടെ ജീവിതത്തിലെ മടുപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചില സമയങ്ങളിൽ നമ്മുടെ മൈൻഡ് നമ്മുടെ കൺട്രോൾ ഔട്ട് ഓഫ് കൺട്രോൾ ആയിപ്പോൾ, അതുപോലെ നമ്മുടെ മൈൻഡ് ഭയങ്കര അപ്സെറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര ഒറ്റപ്പെടല, ഒരു ശൂന്യത കാര്യങ്ങളൊക്കെ തോന്നുമ്പോൾ നമ്മൾ എന്താ, അപ്പം നമ്മുടെ മൈൻഡ് നമ്മുടെ കൈവിട്ട് പോയി എന്നാണ് അർത്ഥം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം, നമ്മളൊരു പിന്തുണ തേടണം. ഇപ്പം ഒന്നെങ്കിൽ നമ്മളെ ഒരു വൈകാരികം എന്നുള്ള ആ സമയത്ത് ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മുടെ വിശ്വസ്ത പുലർത്തുന്ന ഏതെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളിൽ കുടുംബക്കാരിലാരല്ലോ അല്ലെ ബന്ധുക്കാരിലാരല്ലോ ഇപ്പം കല്യാണം കഴിഞ്ഞാണ് ഹസ്ബൻഡും വൈഫോ, അവർ തമ്മിലുള്ളൊരു ബോണ്ട് ആരും തമ്മിലും കിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരോട് തുറന്നു പറയുക, നിങ്ങളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ തുറന്നു പറയുക. അപ്പം നിങ്ങളുടെ ഒറ്റപ്പെടലിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു മോചനമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതൊന്നും കൊണ്ട് സാധിക്കുന്നില്ല, നല്ലൊരു തെറാപ്പിസ്റ്റുമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. ഇപ്പം നമ്മൾ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്താൽ നമ്മുടെ പകുതി വിഷമം തീരുമെന്നൊക്കെയല്ലേ പറയുന്നതല്ല കേട്ടോ, അത് നമ്മുടെ അനുഭവമാണ്. അത് നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത ഏറ്റവും കൂടുതൽ ഉപകാരം ഉണ്ടാവും. അതാണ് നിങ്ങളുടെ അടുത്തത് നമുക്ക് വേണ്ടത്. ഏറ്റവും എനിക്കില്ലാത്തതായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ, നമുക്ക് ക്ഷമ വേണം. എനിക്ക് ക്ഷമയില്ലെന്നല്ല, ഉണ്ട് എങ്കിലും തീരെ പറ്റത്തില്ലാത്ത കാര്യമാണ് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം ക്ഷമയാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് കേട്ടോ. നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മളൊന്ന് ക്ഷമിച്ച് നമ്മൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് ദേഷ്യപ്പെടേണ്ട, നമുക്ക് ക്ഷമിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ഒന്ന് ക്ഷമിച്ച് നോക്കാം എന്ന് നമ്മുടെ മനസ്സിനെ ഒന്ന് പറഞ്ഞ് പഠിപ്പിച്ച് നോക്കിക്കേ, നമ്മുടെ പകുതി മടുപ്പും തീരുന്നതായിരിക്കും. അപ്പോൾ ഏറ്റവും നമുക്ക് ആദ്യം വേണ്ടത് ക്ഷമ എന്ന കാര്യമാണ്. അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് അപ്സെറ്റഡ് ആയിരിക്കും, നമുക്ക് എല്ലാം വലിച്ചെറിയണം അങ്ങനെയുള്ള മൈൻഡൊക്കെ തോന്നുന്നവരാണെങ്കിൽ കൂടുതൽ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യുക, ക്ഷമിച്ച് നോക്കുക, നമ്മളെ കൊണ്ട് സാധിക്കും. അല്ലെ മറ്റൊരാൾ നമ്മളോട് ഒരു തെറ്റ് ചെയ്ത് അവരോടൊന്ന് ക്ഷമിച്ച് നോക്കുക. ഏറ്റവും മടുപ്പ് തോന്നൽ മാറ്റാനുള്ള ഏറ്റവും മെയിനായിട്ടുള്ള കാര്യമാണ് ക്ഷമ. എല്ലാ മനുഷ്യനും അത്യാവശ്യപ്പെട്ട കാര്യമാണ് ക്ഷമ. ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് സഹിച്ച് നിൽക്കാം, ക്ഷമിച്ച് നിൽക്കാം. അപ്പം നമ്മുടെ പകുതി ജീവിതവും നമ്മുടെ ഹാപ്പി ആവും. അപ്പം അടുത്തത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കാനുള്ള അടുത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒന്നെങ്കിൽ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ എക്സസൈസ്, വ്യായാമം കാര്യങ്ങളും, അതുപോലെ തന്നെ യോഗ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മുഴുകിയിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മുടെ കൺട്രോളിലായിരിക്കും. നമുക്ക് വലിയ മടുപ്പും കാര്യങ്ങളൊന്നും തോന്നത്തില്ല, നമ്മുടെ മനസ്സൊക്കെ ഒരു ഫ്രഷ് മൈൻഡ് ആയിരിക്കും. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയൊക്കെ ഒരുപോലെ സന്തോഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ഹോബീസൊക്കെ, ചിലവർക്ക് ഡ്രോയിങ്സിലാണ്, ഡാൻസിങ്, സിംഗിങ് അങ്ങനെയുള്ള ഹോബീസും കാര്യങ്ങളും ഒക്കെ ഇടുക. ഇപ്പോൾ ഡ്രോയിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ പടമൊക്കെ ഫുള്ളിരുന്ന് വരയ്ക്കാനുള്ളൊരു മൈൻഡും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മുടെ ചിന്തകൾ മാറിപ്പോകും. അപ്പം നമ്മൾ വേറൊരു മൈൻഡിലാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് മടുപ്പും കാര്യം ആ ചിന്തകളൊക്കെ നമ്മുടെ മൈൻഡിൽ നിന്ന് പോകും. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക.
പിന്നെയുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ അന്നെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ദൈവത്തിനോടാണെങ്കിലും ഒന്ന് ആരോടെങ്കിലും ഒരു നന്ദി പറയാൻ നമ്മളൊന്ന് ശ്രമിച്ചു നോക്കിക്കേ. നമ്മുടെ ഇന്നിങ്ങനെ നല്ലൊരു ജീവിതം നമുക്ക് ദൈവം തന്നല്ലോ എന്നോർത്ത് നമ്മളൊന്ന് നന്ദി പറയാൻ ശ്രമിച്ചു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മടുപ്പും കാര്യങ്ങളൊക്കെ മാറും. പിന്നെ നന്ദി, ക്ഷമ, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ തന്നെ നമ്മുടെ ജീവിതം ഒരു ഹാപ്പി മൈൻഡ് ആവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നമ്മുടെ അന്നെന്നുള്ള ജീവിതങ്ങൾ അത് നല്ലൊരു ജീവിതമാക്കി മാറ്റി തന്നതിന് നമ്മൾ ദൈവത്തിനോട് നന്ദി പറഞ്ഞു നോക്കിക്കേ. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒന്ന് സെറ്റിൽഡ് ആവും. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ജോലികൾ ചെയ്ത് വെക്കുക. ഇപ്പോൾ ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ അവർക്ക് രാവിലെ ഇന്ന് ഭയങ്കര വർക്ക് ലോഡുള്ള ഒരു ദിവസമാണ് എന്ന് ചിന്തിച്ച് നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നമ്മുടെ അന്നത്തെ ദിവസം പോക്കായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ കൊണ്ട് സാധിക്കും, പലപ്പോഴായിട്ട് നമുക്ക് വർക്കുകളൊക്കെ ചെയ്ത് തീർക്കാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞ് നോക്കിക്കുക. എന്നൊക്കെ പറഞ്ഞ് നല്ല പോസിറ്റീവ് മൈൻഡോടുകൂടി എഴുന്നേച്ച് വയ്ക്കുക. അന്നത്തെ ദിവസം നമ്മുടെ സൂപ്പറായിരിക്കും. അപ്പം വീട്ടമ്മമാരാണെങ്കിൽ തന്നെ ജോലികളുണ്ട് അതായതാന്ന് പറഞ്ഞ് നമ്മൾ ചാടി എഴുന്നേറ്റ് എല്ലാ പണികളും തീർക്കാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് സാധിക്കില്ല. നമ്മൾ പലപ്പോഴായിട്ട് ചെയ്ത് തീർത്ത് മടുപ്പില്ലാത്ത രീതിയിൽ നമ്മൾ ഇപ്പം അടുക്കള ജോലിയാണെങ്കിലും എല്ലാ കാര്യങ്ങളും ആണെങ്കിലും നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്താൽ നമ്മുടെ ജീവിതത്തിന് മടുപ്പ് തോന്നത്തില്ല. നമ്മൾ ഇഷ്ടപ്പെടാതെ അയ്യോ അതുകൊണ്ട് ഇതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് കാര്യം അടിച്ച് ചെയ്താൽ നമുക്ക് എല്ലാ ജോലിയും ചെയ്താൽ നമുക്ക് ഭയങ്കര മടുപ്പ്, സ്ട്രെസ്സും ഒക്കെ അനുഭവപ്പെടും. അപ്പം നമ്മൾ എന്ത് ജോലിയാണെങ്കിലും നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മൾ ചെയ്ത് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ആ ജോലികൾ ചെയ്യുന്ന ഒരു മടുപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇനി ആർക്കെങ്കിലുമൊക്കെ ജീവിതത്തിൽ മടുപ്പും കാര്യങ്ങളൊക്കെ തോന്നുകയാണെങ്കിൽ എല്ലാം ഞാൻ ഈ പറഞ്ഞ വഴികളൊക്കെ ഒന്ന് ചിന്തിച്ചു വയ്ക്കുക. നിങ്ങളുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കുക. നിങ്ങളുടെ ആരോഗ്യം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ തീരെ പറ്റുന്നില്ലെങ്കിൽ ഒരു പിന്തുണ തേടി ആരോടെങ്കിലും ഷെയർ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ നന്ദിയും ക്ഷമയും കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നോക്കുക. പിന്നെന്താണ്, നിങ്ങളുടെ വികാരങ്ങളെ അംഗീകരിക്കുക. സ്വയം നമ്മൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി ജീവിക്കുക. അതൊക്കെ ഏറ്റവും നല്ല കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ മടുപ്പും കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നല്ല നല്ല കമൻസൊക്കെ ഇട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ ടാറ്റ, ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ കാണാം.